മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ റീസെറ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ, എ ഡി എസ്കലേഷൻ ഫോർ ദ വേൾഡ്. അതായത് വെസ്റ്റ് ഏഷ്യയിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷൻസ് ഗ്ലോബലി എത്രത്തോളം ആയിരിക്കും ബാധിക്കുക, ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിനും മറ്റുമൊക്കെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ ഒരു വെസ്റ്റ് ഏഷ്യയിലുള്ള ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ദ നീഡ് ഫോർ ജെൻഡർ ഇക്വിറ്റി ഇൻ അർബൻ ബ്യൂറോക്രസി. അതായത് 73rd 74th അമെന്റ്മെന്റ് വുമൻസിന്റെ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വളരെ അധികം വർദ്ധിപ്പിച്ചുവെങ്കിൽ പോലും അർബൻ ബ്യൂറോക്രസിയുടെ കേസ് നോക്കുമ്പോൾ മെയിൽ ഡോമിനേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതിന്റെ കാരണങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയലിൽ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, വെൻ കൗൺസിൽ ഈസ് ക്വസ്റ്റ്യൻഡ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീനിയർ അഡ്വക്കേറ്റ്സിനെതിരെ അവർ നിയമോപദേശം കൊടുത്തു എന്നുള്ളതിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്രം അവർക്ക് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇഡിക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയൽ ആണ്. ആൻഡ് ഫോർത്ത് വൺ, 2 billion people don't have safe drinking water. അതായത് അൺസേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ യൂസേജ് ലോ ഇൻകം കൺട്രീസിലായാലും മിഡിൽ ഇൻകം കൺട്രീസിലായാലും എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫിഫ്ത് വൺ, US ഹെവി ഡ്യൂട്ടി അറ്റാക്ക് ഓൺ ഇറാൻ ന്യൂക് സൈറ്റ്സ്. അതായത് യുഎസിന്റെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിന് മേലുള്ള ആക്രമണം എങ്ങനെയായിരുന്നു, B2 ബോംബേഴ്സ്, അതിനൊക്കെ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ തുടങ്ങിയവയുടെയൊക്കെ റോൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സിക്സ്ത് വൺ, ടെക്നിക് ടു മേക്ക് CAR T cells in vivo could transform cancer care. അതായത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ CAR T cells തെറാപ്പി വളരെ സക്സസ്ഫുള്ളി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഈ പറഞ്ഞ CAR T cells തെറാപ്പി തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ആ ഒരു ന്യൂസിൽ നോക്കുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എ റീസെറ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ, എ ഡി എസ്കലേഷൻ ഫോർ ദ വേൾഡ്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ യുഎസും ഒക്കെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ടെൻഷൻസ് ആണ് വെസ്റ്റ് ഏഷ്യ റീജിയൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പവർ ഷിഫ്റ്റ് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം US ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിന് മേലെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അവിടെ ഇസ്രായേൽ മാത്രമാണ് ഏക ന്യൂക്ലിയർ ആർമിഡ് സ്റ്റേറ്റ് ആയിട്ട് വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോഴും നിലകൊണ്ടിരിക്കുന്നത്. ആ ഒരു പവർ ഷിഫ്റ്റ് എത്രത്തോളം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് US ബേസിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലും പ്രവൃത്തികളൊക്കെ വന്നിട്ടുണ്ട്. സോ നിലവിലൊരു സീസ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീണ്ടും ഇസ്രായേല് പലസ്തീൻ ടെറിട്ടറീസ് അനക്സ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മൂവ് നടത്തുകയാണെങ്കിൽ വീണ്ടും അവിടെ ടെൻഷൻസ് റൈസ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? ഇന്ത്യ വളരെയധികം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളോടും ഡി എസ്കലേഷൻ കാര്യങ്ങളൊക്കെ ഇന്ത്യ പറയുന്നുണ്ട്. കാരണം ഇറാൻ ആയാലും അതേപോലെ തന്നെ ഇസ്രായേൽ ആയാലും ഇന്ത്യക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ണറാണ്. ഇറാൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ണർ ആകുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന അത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണർ ആണ് ഇന്ത്യക്ക്. സോ അവിടെ ഒരു കെയർഫുൾ ആയിട്ടുള്ള റീജിയണൽ ഡിപ്ലോമസിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇസ്രായേൽസ് ന്യൂക്ലിയർ സ്റ്റാറ്റസ് ഇൻ വെസ്റ്റ് ഏഷ്യ. ഇസ്രായേൽ എന്ന് പറയുന്നത് അൺഡിക്ലെയർ ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ ആണ് വെസ്റ്റ് ഏഷ്യയില്. അതേ കണക്ക് തന്നെ ഇസ്രായേലിന്റെ ഏത് പോളിസി നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും ന്യൂക്ലിയർ ആംബിഗിറ്റി അതേ കണക്ക് തന്നെ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിൽ ഒന്നും തന്നെ ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ ഇസ്രായേൽ എത്രത്തോളം ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നു അത്രത്തോളം ടെൻഷൻസ് വെസ്റ്റ് ഏഷ്യ റൈസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം നിലവില് ഇറാനുമായിട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വീണ്ടും വീണ്ടും വെസ്റ്റ് ഏഷ്യ ഒരു ഡീസ്റ്റെബിലൈസ്ഡ് കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ദെൻ ചബാർ പോർട്ട് ആൻഡ് ഇന്ത്യ ഇറാൻ റിലേഷൻസ്. ചബാർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യ തുടങ്ങിയ റീജിയൻസിനെ അസസ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ ത്രൂ ബൈപ്പാസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ചബാർ പോർട്ട്. 2024 ഇന്ത്യ 10-year ഡീല് ഈ ഒരു പോർട്ടിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ ചൈനയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക, ചൈനയുടെ പോർട്ട് ത്രൂ ആയാലും അതേപോലെ തന്നെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ ഈ പറയുന്ന ചബാർ പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ത്യ ഇറാൻ ടൈസ് വളരെ അധികം ബൂസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അബ്രഹാം അക്കോർഡ്സ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ്. അബ്രഹാം അക്കോർഡ്സ് 2020 സൈൻ ചെയ്യുന്നത്. അതായത് ഇസ്രായേല്, UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട്
അവരുടെ ടൈസ് നോർമലൈസ് ചെയ്യാനായിട്ടായിരുന്നു ഈ പറയുന്ന അബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ റീജിയനിലെ എക്കോണമിക്, ടെക്നോളജിക്കൽ ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഒരു പുതിയ മാനം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേണക്ക് തന്നെ പലസ്തീനിയൻ ഇഷ്യൂ വളരെയധികം മാർജിനലൈസ് ചെയ്യപ്പെട്ടതായിട്ടും അതേപോലെ ആംസ് ട്രേഡ് ആ ഒരു റീജിയനിൽ വളരെയധികം കൂടിയതായിട്ടും ഈ ഒരു അബ്രഹാം റെക്കോർഡ്സിന്റെ ഇംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഷിഫ്റ്റിംഗ് പവർ ഡൈനാമിക്സ് ഇൻ വെസ്റ്റ് ഏഷ്യ ആൻഡ് ഇന്ത്യ സ്ട്രാറ്റജിക് റെസ്പോൺസ്, ഇന്ത്യസ് ബാലൻസിംഗ് ആക്ട് ഇൻ വെസ്റ്റ് ഏഷ്യ amid Iran-Israel-US tensions, impact of regional instability in West Asia on global security and energy routes. ഇത്രയും ടോപ്പിക്കുകൾ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, ദ നീഡ് ഫോർ ജെൻഡർ ഇക്വിറ്റി ഇൻ അർബൻ ബ്യൂറോക്രസി. അതായത് അർബൻ ജെൻഡർ ഗ്യാപ്പ് ഗവേണൻസിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. 73rd 74th അമെന്റ്മെന്റ് വുമൻസിന്റെ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വളരെ അധികം വർദ്ധിപ്പിച്ചുവെങ്കിൽ പോലും അർബൻ ബ്യൂറോക്രസിയിൽ ഇന്നും വുമൺ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അവിടെ നമുക്കൊരു മെയിൽ ഡോമിനേഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുക. സോ അങ്ങനെയാകുമ്പോൾ ജെൻഡർ സെൻസിറ്റീവ് പ്ലാനിംഗ് ആയാലും സർവീസ് ഡെലിവറി ആയാലും ഒക്കെ വളരെ അധികം ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദെൻ അണ്ടർ ന്യൂട്രലൈസ്ഡ് ജെൻഡർ ബഡ്ജറ്റിംഗ്, അതായത് ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ് കാര്യങ്ങളും ഒക്കെ വളരെ അധികം വീക്കനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഈ പറഞ്ഞ ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ്? അതായത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ് അർബൻ ലോക്കൽ ഗവർണൻസിലൊക്കെ വളരെ അധികം കുറവാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ അർബൻ ഗവർണൻസിന് വളരെ അധികം ലാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഒരു ഇൻക്ലൂസീവ് ബ്യൂറോക്രസിയുടെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? അങ്ങനെയാണെങ്കിൽ വളരെയധികം സ്ട്രക്ചറൽ റിഫോംസും കാര്യങ്ങളും ഒക്കെ അവിടെ വരേണ്ടതായിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ സിറ്റീസ് കുറെ കൂടി ഇൻക്ലൂസീവ് ആൻഡ് സേഫ് ആൻഡ് ഇക്വിറ്റബിൾ പൊസിഷനിലേക്ക് മാറിയാൽ മാത്രമേ നമുക്കൊരു ഇൻക്ലൂസീവ് ബ്യൂറോക്രസി കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ പറഞ്ഞ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ പറയുന്നത്? റൂറൽ ലോക്കൽ ഗവേണൻസ് ആണ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ പറയുന്നത്. അതായത് ഒരു 3 tier സിസ്റ്റംസ് ആയിരുന്നു അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്ലേജ് ലെവല്, അതേനൊക്കെ തന്നെ ബ്ലോക്ക് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, അങ്ങനെ ഒരു 3 tier ആയിട്ടായിരുന്നു നമുക്ക് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലെ റൂറൽ ലോക്കൽ ഗവേണൻസിനെ കാണാൻ സാധിക്കുക. ആൻഡ് ദെൻ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് അർബൻ ലോക്കൽ ഗവേണൻസിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവ രണ്ടും, അതായത് 73rd ആയാലും 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് ആയാലും വുമൻസിനായിട്ട് 33% റിസർവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡെമോക്രസിയുടെ തന്നെ ഗ്രാസ് റൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഈ പറയുന്നത് ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ്? അതായത് ജെൻഡർ നീഡ്സ് അഡ്രസ് ചെയ്യുക, ബഡ്ജറ്റിനകത്ത് ജെൻഡർ നീഡ്സ് അഡ്രസ് ചെയ്ത് ഇക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. 2005-6 ടൈമിലാണ് ഇന്ത്യയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനുവൽ ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റും ആ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വുമൺ സ്പെസിഫിക് വുമൺ ബെനിഫിറ്റിംഗ് സ്കീംസും കാര്യങ്ങളും ഒക്കെ കൂടുതലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഈ പറയുന്ന ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. ദെൻ എന്താണ് കുടുംബശ്രീ മോഡൽ? കേരളത്തിന്റെ വുമൺ ലെഡ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആണ് ഈ പറയുന്ന കുടുംബശ്രീ. ഇതിനൊരു 3 tier സ്ട്രക്ചർ ആണുള്ളത്. NHG, അതായത് നൈബർഹുഡ് ഗ്രൂപ്പ്സ്, ദെൻ ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ദെൻ CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇങ്ങനെ 3 tier സ്ട്രക്ചർ ആണ് കേരളത്തില് കുടുംബശ്രീ ഫോളോ ചെയ്യുന്നത്. മൈക്രോ എന്റർപ്രൈസ്, സോഷ്യൽ ഡെവലപ്മെന്റ്, വുമൺ എംപവർമെന്റ്, ഈ 3 കാര്യങ്ങളുമാണ് കുടുംബശ്രീ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സേഫ്റ്റി പിൻ ആൻഡ് ITDP സ്റ്റഡീസ് ഓൺ വുമൻസ് മൊബിലിറ്റി. സേഫ്റ്റി പിൻ ഓഡിറ്റിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് വുമൻസ് പബ്ലിക് സ്പേസിൽ വളരെയധികം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു വൾനറബിൾ സെഷൻ ആയിട്ട് ഇപ്പോഴും വുമൻസ് അവശേഷിക്കുന്നു എന്നുള്ളതാണ് സേഫ്റ്റി പിൻ സ്റ്റഡീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ITDP സ്റ്റഡീസിൽ വളരെയധികം സേഫ് ആൻഡ് അഫോർഡബിൾ അക്സസിബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വുമൻസിന് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതാണ് ITDPയുടെ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് രണ്ടും ജെൻഡർ സെൻസിറ്റീവ് അർബൻ പ്ലാനിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS1ലും GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചലഞ്ചസ് ടു ജെൻഡർ ഇക്വിറ്റി ഇൻ അർബൻ ഗവേണൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ്, impact of bureaucratic gender gap on urban service delivery and democratic decentralization,
റോൾ ഓഫ് ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിംഗ് ഇൻ ഇൻക്ലൂസീവ് അർബൻ ഡെവലപ്മെന്റ്. ഇത്രയും ടോപ്പിക്കുകൾ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് തേർഡ് വൺ, വെൻ കൗൺസിൽ ഈസ് ക്വസ്റ്റ്യൻഡ്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീനിയർ അഡ്വക്കേറ്റ്സിനെതിരെ അവർ നിയമോപദേശം കൊടുത്തു എന്നുള്ളതിന്റെ ഒരൊറ്റ പോയിന്റിൽ അവർക്ക് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്രത്തോളം പ്രശ്നങ്ങളാണ് നിയമരംഗത്ത് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. കാരണം ലീഗൽ കൗൺസിലിന്റെ പ്രൊഫഷണൽ ഇൻഡിപെൻഡൻസിനെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേ കണക്ക് തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം എല്ലാ തരത്തിലുള്ള ലീഗൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് അഡ്വക്കേറ്റിനും ക്ലയന്റിനും ഇടയ്ക്കുള്ള ലീഗൽ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആണ്. എന്നിട്ടും ഈ ഒരു ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മൂവ് എന്ന് പറയുന്നത് നിയമരംഗത്ത് തന്നെ കടുത്ത എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് റൂൾ ഓഫ് ലോയ്ക്കും കോൺഫിഡൻഷ്യാലിറ്റി നോംസിനും ഒക്കെ വളരെയധികം എതിരാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ജുഡീഷ്യറിയുടെ ഇന്റർഫറൻസ് ഇതിൽ എത്രത്തോളം ആവശ്യമാണ്, സുപ്രീം കോടതി ഇതിനൊരു ജുഡീഷ്യൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നും അതേ കണക്ക് തന്നെ അഡ്വക്കേറ്റ്സിന് അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റും കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ കാണുന്നത്. അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് തുടങ്ങിയ പോലുള്ള ആക്ടുകൾ മിസ്യൂസ് ചെയ്യുന്നത് തടയാനുമുള്ള ലോസും കാര്യങ്ങളും ഒക്കെ സുപ്രീം കോടതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഈ എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കാം. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 കൊളോണിയൽ ആക്ട് ആയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നായിരുന്നു ഈ പറയുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം. അതേപോലെ തന്നെ ഇലക്ട്രോണിക് എവിഡൻസ്, ഡിജിറ്റൽ റെക്കോർഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു. ഫാസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ജസ്റ്റിസ് പ്രോസസ് ആണ് ഈ പറയുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ അഡ്വക്കേറ്റ് ക്ലയന്റ് പ്രിവിലേജ്, അതായത് അഡ്വക്കേറ്റിനും ക്ലയന്റിനും ഇടയിലുള്ള എല്ലാ ലീഗൽ കമ്മ്യൂണിക്കേഷൻസും കോൺഫിഡൻഷ്യൽ ആണ്, അത് പ്രൊട്ടക്റ്റഡ് ആണ്. അതിലൊരു എക്സെപ്ഷൻ വരുന്നത് ക്രൈം ഓർ ഫ്രോഡ് ആ ഒരു ടോക്സിൽ മാത്രമാണ് അതിലൊരു എക്സെപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലീഗൽ അഡ്വൈസിൽ ട്രസ്റ്റ് എൻഷുർ ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ദെൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് അഡ്വക്കേറ്റ്സ് ആക്ട് 1961, അതായത് അഡ്വക്കേറ്റ്സിന് അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു റൂൾസിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ക്ലയന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ബ്രീച്ച് ചെയ്യുന്നത് തടയുക. അതേപോലെ രജിസ്റ്റേർഡ് അഡ്വക്കേറ്റ്സിന് മാത്രമായിരിക്കും ലോ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടാകുക. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവന്റ് ആണ്. കാരണം threat to professional independence of advocates due to misuse of investigative powers, need for stronger institutional checks to prevent executive overreach into legal counsel, importance of advocate-client privilege in upholding the rule of law in a constitutional democracy. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, 2 billion people don't have safe drinking water, അതായത് ഡ്രിങ്കിങ് വാട്ടർ യൂസേജിൽ വളരെയധികം ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണങ്ങളും മറ്റുമൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. കാരണം കണ്ടാമിനേഷൻ റിസ്ക് വളരെയധികം കൂടുതൽ, അത് കളക്ഷൻ സ്റ്റേജിലായാലും അതേനൊക്കെ തന്നെ സ്റ്റോറേജ് സ്റ്റേജിലായാലും ഒക്കെ ഈ ഒരു കണ്ടാമിനേഷൻ റിസ്ക് വളരെയധികം കൂടുതലാണ്. ഇറഗുലർ അവൈലബിലിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ്. ആൻഡ് ഹൈ ഹ്യൂമൻ കോസ്റ്റ്, കാരണം ലോ ഇൻകം കൺട്രീസിനായാലും അതിനൊക്കെ തന്നെ മിഡിൽ ഇൻകം കൺട്രീസിനായാലും സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ അസസ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നായിട്ട് മാറിയിരിക്കുന്നു. അതേപോലെ ഡയേറിയ, കോളറ, പോളിയോ, മാൽന്യൂട്രീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിൽഡ്രൻസിനെ വളരെയധികം അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ വേഴ്സസ് ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സ്, എന്താണ് ഈ പറയുന്ന ഇംപ്രൂവ്ഡ് സോഴ്സ്? അതായത് കണ്ടാമിനേഷൻ റിസ്കുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഉള്ള ഡ്രിങ്കിങ് വാട്ടറിനെയാണ് നമ്മൾ ഇംപ്രൂവ്ഡ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുക. പൈപ്ഡ് വാട്ടർ, അതേകണക്ക് തന്നെ ബോർവെൽ വാട്ടർ ഒക്കെയാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുക. ദെൻ സേഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ആണ്. മൈക്രോബ്സ് അതേകണക്ക് തന്നെ കെമിക്കൽസിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള വാട്ടറിനാണ് ഈ പറഞ്ഞ സേഫ് വാട്ടർ. എന്നാൽ എല്ലാ ഇംപ്രൂവ്ഡ് സോഴ്സും ഒരിക്കലും സേഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതും ഇല്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ SDG 6 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 6 നമ്മൾ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷനെ കുറിച്ച് വളരെയധികം പറയുന്നുണ്ട്. സേഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ 2030 കൂടി എല്ലാവർക്കും ലഭ്യമാക്കണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആക്സസ്, ക്വാളിറ്റി, ഹൈജീൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ വാട്ടർ ബോൺ ഡിസീസസ്, കോളറ, ഡിസെൻട്രി, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയൊക്കെ വാട്ടർ ബോൺ ഡിസീസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് ഇതിന്റെ സ്പ്രെഡിങ് ഇത്രത്തോളം വർദ്ധിപ്പിക്കുന്നത്. അതേണക്ക് തന്നെ ഇത് പലപ്പോഴും പാരാലിസിസ്, ലിവർ ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാറുമുണ്ട്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്.
കാരണം challenges in ensuring universal access to safe drinking water in developing nations, impact of unsafe water on public health and childhood mortality, need for piped water infrastructure for safe drinking water access. ഇത്രയും ടോപ്പിക്കൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, US ഹെവി ഡ്യൂട്ടി അറ്റാക്ക് ഓൺ ഇറാൻസ് ന്യൂക് സൈറ്റ്സ്. അതായത് US ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിന് മേലെ പ്രിസിഷൻ സ്ട്രൈക്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഇംപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യ റീജിയൻസിൽ ഉണ്ടാക്കുക. യുഎസിന്റെ ഈ ഒരു ഓപ്പറേഷൻ അറിയപ്പെട്ടിരുന്ന ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നായിരുന്നു. അതേപോലെ തന്നെ US B2 സ്പിരിറ്റ് ബോംബേഴ്സ്, അതേപോലെ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ തുടങ്ങിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വളരെയധികം പെനിട്രേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഫോർട്ടിഫൈഡ് ആയിട്ട് ടാർഗറ്റിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ അത്രയും പ്രിസൈസ് സ്ട്രൈക്ക് ആയിരുന്നു യുഎസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഈ B2 ബോംബേഴ്സിന് ഇത്രത്തോളം കേപ്പബിലിറ്റി ഉള്ളത്? കാരണം എത്രത്തോളം അണ്ടർഗ്രൗണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളായാൽ പോലും പെനിട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞ B2 ബോംബേഴ്സിന് ഉണ്ട്. ഇതിൽ എത്രത്തോളം സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്. കാരണം ഈ ഒരു യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് കംപ്ലീറ്റ്ലി ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും പാർഷ്യലി വളരെ അധികം ഡാമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മിഷൻ യുഎസിന്റെ ഭാഗത്ത് ഡിഫെൻസീവ് ആണെങ്കിൽ പോലും ഇത് വളരെയധികം ഇംപ്ലിക്കേഷൻസ് വെസ്റ്റ് ഏഷ്യൻ റീജിയൻസിൽ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ B2 സ്പിരിറ്റ് ബോംബേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇറ്റ്സ് എ സ്റ്റീൽത്ത് ബോംബർ. റഡാറിനെ പോലും അവോയ്ഡ് ചെയ്ത് പറക്കാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞ B2 സ്പിരിറ്റ് ബോംബേഴ്സിനുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയറും അതേ കൺവെൻഷണൽ ബോംബിനെ ക്യാരി ചെയ്യാനും ഈ പറയുന്ന B2 സ്പിരിറ്റ് ബോംബേഴ്സിന് സാധിക്കുന്നുണ്ട്. GBU 57 MOP ഡെലിവറി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന B2 സ്പിരിറ്റ് ബോംബേഴ്സ് ആണ്. ഇനി എന്താണ് ഇപ്പൊ GBU 57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ? അതായത് ബങ്കർ ബസ്റ്റർ ബോംബാണ് ഈ പറയുന്ന GBU 57. വളരെ ഹാർഡൻഡ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ GBU 57 സാധിക്കുന്നുണ്ട്. ദെൻ എന്താണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ? അതായത് യുഎസിന്റെ ഇറാന്റെ മേലുള്ള എയർ സ്ട്രൈക്കിന് നൽകിയ പേരായിരുന്നു ഈ പറഞ്ഞ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. B2 ബോംബേഴ്സ്, MOP ബോംബ്സ് തുടങ്ങിയവയൊക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ എല്ലാ മേജർ ആയിട്ടുള്ള എല്ലാ ന്യൂക്ലിയർ സൈറ്റ്സിനെയും ഇത് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർദോ, നതാൻസ്, എസ്ഫഹാൻ തുടങ്ങിയ ന്യൂക്ലിയർ സൈറ്റ്സിന് മേലായിരുന്നു യുഎസിന്റെ ഈ ഒരു ആക്രമണം. ഫോർദോ എന്ന് പറയുന്നത് വളരെ അണ്ടർഗ്രൗണ്ട് എൻറിച്ച്മെന്റ് സോൺ ആണ്. നതാൻസ് എന്ന് പറയുന്നത് ഇറാന്റെ മെയിൻ യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റ് ആണ്. എസ്ഫഹാൻ എന്ന് പറയുന്നത് ഇറാന്റെ ഈ പറയുന്ന യുറേനിയം കൺവേർഷനും റിസർച്ച് സെന്ററുമായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് എസ്ഫഹാൻ. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവന്റ് ആണ്. കാരണം US Iran military escalation and its implication for West Asia geopolitics, use of precision weaponry and stealth technology in modern warfare, advancement in military aerospace technology, B2 and B21 bombers തുടങ്ങിയ ടോപ്പിക്കലിലേക്ക് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, ടെക്നിക് ടു മേക്ക് CAR T cells in vivo could transform cancer care. അതായത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ CAR T cell തെറാപ്പി വളരെയധികം സക്സസ്ഫുള്ളി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്രോസസ്സ് വളരെയധികം സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു സേഫ് ആൻഡ് സ്കെയിലബിൾ പ്ലാറ്റ്ഫോം ആണ്. കാരണം വൈറൽ വെക്ടർ ഇന്റഗ്രേഷനും ഇമ്മ്യൂൺ സപ്രഷനും ഒക്കെ ബാക്കിയുള്ള മെത്തേഡ്സിൽ വളരെയധികം റിസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഈ പറയുന്ന CAR T cells തെറാപ്പി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈഡ് എഫക്ട്സ് വളരെയധികം കുറവാണ്. ഇത് ഇന്ത്യക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഇന്ത്യയിൽ ബി സെൽസ് ക്യാൻസേഴ്സ് ആയാലും അതേപോലെ ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയാലും വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഇത്രത്തോളം ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വളരെയധികം ഇന്ത്യൻ പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ CAR T cells തെറാപ്പി വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ് ഈ പറഞ്ഞ CAR T cells തെറാപ്പി? അതായത് പേഷ്യൻസിൽ നിന്ന് T cells ടേക്കൺ ചെയ്ത് അത് മോഡിഫൈ ചെയ്ത് പേഷ്യൻസിലേക്ക് തന്നെ തിരിച്ച് ഇൻജെക്ട് ചെയ്യുന്നതിനാണ്, ഇൻഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ CAR T cells തെറാപ്പി എന്ന് പറയുന്നത്. അതായത് എഞ്ചിനീയർഡ് ആയിട്ടുള്ള സെൽസ് വഴി ക്യാൻസർ സെൽസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ്, അതായത് ടൈനി ആയിട്ടുള്ള ഫാറ്റ് ബേസ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഈ പറഞ്ഞ ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ്. സോ mRNA വാക്സിൻസിലും തെറാപ്പിയിലും ഒക്കെ ഇത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ CD19 ആൻഡ് CD8+ T cells. CD19 എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ തെറാപ്പി ടാർഗറ്റ് ചെയ്യാനും മറ്റുമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CD8+ എന്ന് പറയുന്നത് ക്യാൻസർ സെൽസ് എത്രത്തോളം ഇൻഫെക്റ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ CD8+ നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഇമ്മ്യൂണോ തെറാപ്പിയിൽ വളരെയധികം കീ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്.
ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഇന്നോവേറ്റീവ് തെറാപ്പീസ് ആൻഡ് ഹെൽത്ത് കെയർ അസസ് ഇൻ ലോ റിസോഴ്സ് സെറ്റിംഗ്സ്, എമർജിംഗ് ബയോടെക്നോളജി ഇന്റർവെൻഷൻസ് in cancer and autoimmune treatment, mRNA delivery technologies and their cross domain applications. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും അതേണക്ക് തന്നെ ന്യൂസും ഒക്കെ നോക്കിയിട്ടുണ്ട്. നാളെ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.